ഹായ് ഗൈസ്, ഇന്ന് അവധിയാണ്. അപ്പം എന്തായാലും രാവിലെ തന്നെ എണീറ്റു. അപ്പോൾ വീടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മയിൽക്കൂട്ടനൊക്കെ കുളത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കുളപ്പ് മഴയെ കാരണം ഫുള്ള് നിറഞ്ഞിരിക്കുക, കരയിലൊക്കെ വെള്ളം കയറിയിരിക്കുന്നു. ഇപ്പം ആമ്പലൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് ആമ്പലായിരുന്നു. പക്ഷേ ആമയൊക്കെ വന്നിട്ട് എല്ലാം കടിച്ച് നശിപ്പിച്ചു. അപ്പം ആകെ 2 കടയൊക്കെ ഉള്ളു, ഫുള്ള് ആമ്പലായിരുന്നു. ഇല്ലോ ഇപ്പം ചെറുതായിട്ടാണ് ഒരു മുട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. മയിൽക്കുട്ടൻ പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പേടിയൊന്നുമില്ല കേട്ടോ അതിന്. വേറെയും കുറെ രണ്ടെണ്ണൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കടയുള്ളൂ, വേറൊരു കടയുള്ളത് പിന്നെ വലിയ ഉഷാറായിട്ടില്ല. ഇത് ഇങ്ങനെ ആദ്യമായിട്ട് പൂത്തതാ. ഒരെണ്ണം ഉണ്ടായിരുന്നത്, പിന്നെ അത് വാടിപ്പോയി. ഇതെങ്ങനെ ഇതിൻ്റെ പ്രശ്നം നമുക്കറിയില്ല. സംഭവം ഇതിങ്ങനെ തന്നെ ഉണ്ടാവാന്ന് പറഞ്ഞു. ഇതിപ്പോൾ ചീഞ്ഞു പോയി തോന്നുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട്, പൂവൊക്കെ കണ്ടിട്ട് ചീഞ്ഞു പോണ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു മഴ കൊണ്ടാൽ ചീഞ്ഞു പോകുന്നു തോന്നുന്നു. എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ല. എന്തായാലും നോക്കാം എന്താ ഉണ്ടാവുന്നത്. ബാക്ക് സൈഡാണ് വീടിൻ്റെ, പറമ്പിൻ്റെ അപ്പുറം പിന്നെ ഒരു കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ ബീച്ചായിട്ടാ. അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് വെറുതെ നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചക്കിപ്പരണ്ടൊക്കെ പറഞ്ഞു, ചക്കിപ്പരന്തല്ല കൃഷ്ണപ്പരന്താണുണ്ട്. ആശാൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, നടന്നല്ല പറന്നു പോകുന്നുണ്ട്. രാവിലെ മോർണിംഗ് കുറച്ച് മഴയൊക്കെ ഇങ്ങനെ ചാറി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നടക്കാൻ അടിപൊളിയാണ്. നമ്മുടെ അവധിക്കൊക്കെ ഇങ്ങനെ നാട്ടിലേക്കൊക്കെ വരുന്ന സമയം അടിപൊളിയാണ് ഇങ്ങനെ നടക്കാനായിട്ട്. പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഈ വഴി കൂടെ ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊരു വലിയ പറമ്പാണ്. ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബീച്ചായി. പക്ഷെ ബീച്ചിലേക്ക് പോകണില്ല, ഇപ്പം കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. റോട്ടിൽ നിന്നുള്ള വ്യൂ ആണ് വീടിൻ്റെ. കുളമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് അമ്പലമൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആമയൊക്കെ വന്ന് ഫുള്ള് കട്ട് ചെയ്ത് കളയാം. അതെങ്ങനെ നോക്കിയാലും ആമ വരും. അത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് കുളങ്ങളാണ്. ഇപ്പം എന്തായാലും ആമ വരും. ഇതാണ് വ്യൂ. അപ്പം ഇത് ഫുള്ള് ഇവിടെ അരളിച്ചെടികളുണ്ട് കേട്ടോ. ഫുള്ള് നമ്മൾ പറഞ്ഞ മയിലിൻ്റെ കുറച്ചും കൂടി മയിലുണ്ടെന്ന് പറഞ്ഞില്ല നേരത്തെ. അപ്പോൾ 2 മയിൽ, വേറെ 2 മയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡാണ്. അപ്പോൾ അവിടെ 2 മയിൽക്കുട്ടന്മാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാക്കലാം. ബൈ ബൈ.